ചെയ്യാതെ എങ്ങോട്ടെന്നറിയാതെ ലൈഫിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ മാത്രമായിട്ട് ഞങ്ങളൊരു യാത്രയ്ക്കിറങ്ങി. ദിവസങ്ങളോളം ഡ്രൈവ് ചെയ്ത് തളർന്ന് ഞങ്ങൾ എത്തിയത് വേറൊരു രാജ്യത്ത് ആരും അറിയാതെ കിടക്കുന്ന ഒരു ഗ്രാമത്തിലെ ഈ വൈൻയാർഡിലാണ്. ശാസ്ത്രജ്ഞല്ലേ സ്റ്റീഫൻ ഹോക്കിൻസ് ഉള്ളി പോലെ ഇറക്കണേ. ഒരു കാറിനുള്ളിൽ കൊള്ളുന്ന സാധനങ്ങളെ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളൂ എന്നുള്ള തിരിച്ചറിവ് കൂടിയായിരുന്നു ഇത്. ഇവിടെ ലൈഫിൻ്റെ റിതം വളരെ സ്ലോ പേസിലായിരുന്നു. ലോകത്തിലെ മറ്റു ബഹളങ്ങളൊക്കെ വരുന്നതിന് മുന്നുള്ള ഒരു ലോകത്തെത്തിയ പോലെ തോന്നി. Feels like strangers in the sheets. Well, I know you, at least I did once. I keep waking up to you gone. സന്തോഷിക്കാൻ നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. കുഞ്ഞു കാര്യങ്ങളിൽ വരെ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ എനിക്ക് ഇവിടുന്ന് പറ്റി. ഒരു മുയല് ചാടിപ്പോയി എന്നെ കണ്ടിട്ട് പാവം. പത്ത് ദിവസം നീണ്ട യാത്രയിൽ ഒരു ഹോട്ടൽ റിസർവേഷൻ പോലും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായില്ല. ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇന്നേക്ക് 4 ദിവസമായി. ഒരു ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഇതുവരെ കാറിൽ തന്നെയായിരുന്നു സ്റ്റേ. ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് ഒന്ന് ഈ വൈൻയാർഡ് കൂടെയൊക്കെ മൊത്തത്തിൽ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ കാർ ക്യാമ്പിംഗ് എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ്. ഒന്ന് കാറിൽ കിടക്കാൻ പറ്റുമോ, പിന്നെ ടോയ്ലറ്റും വാഷ്റൂം അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ. അതൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ ക്യാമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പോട്സിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലാ സംഭവവും നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ഞാനിപ്പോൾ രാവിലെ എണീറ്റ ഉടനെയാണ് ചെറിയ സൈനസൈറ്റിസ് ഉണ്ട്, മൊത്തത്തിൽ കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല, അങ്ങനെ അവസ്ഥയാണ്. പക്ഷേ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ അതൊന്നും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ കൂടാരം തീർക്കുന്ന സർക്കസുകാരെ പോലെ തോന്നി. ഇത്തവണ എത്തിച്ചേർന്നത് മറ്റേതോ ഒരു ഫാമിംഗ് വില്ലേജിലെ ഒരു ഫാമിലാണ്. Follow this old river down to where the poppies grow, and drink that cool water till I get my fill. And take me out past the mud and rust and all the broken bones, and watch the sun fall down behind the hills. I'm in love with a woman and she makes me wanna sing a song. I'm in love with a woman and she makes me wanna build a home. I'm in love with a woman and she makes me wanna sing a song. എനിക്കുണ്ടല്ലോ ഇവിടെ ഇഷ്ടപ്പെട്ടത്.
ഇന്നലെ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലതായിരുന്നു വൈൻയാർഡൊക്കെ. പക്ഷെ സൺസെറ്റ് ഇന്നലെ ആയിരുന്നല്ലേ സൂപ്പർ. പക്ഷെ എനിക്ക് ഈ ഏരിയയും നിറയെ അനിമൽസ് ഒക്കെ ആയിട്ട് എന്താ കഴിക്കാൻ വേണ്ടേ? എനിക്കോ ചോറും കുറേ ദിവസമായി ചപ്പും ചോറൊക്കെ തന്നെയല്ലേ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യില്ല. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, കംഫർട്ടിലല്ലേ നമ്മളെപ്പോഴും ജീവിക്കുന്നത്. മതി വാ. എടാ അവിടെ പോയിട്ട് ഞാൻ എൻ്റെ ലൈഫിലാകെ ഒരു പെറ്റായിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളത് പശുവാണ്. പശു പറ്റൂന്ന് എന്തായാലും തറവാട്ടില് അമ്മേൻ്റെ വീട്ടിലും അച്ഛൻ്റെ വീട്ടിലും 2 വീട്ടിലും പശു ഉണ്ടായിരുന്നു. പശുവാണ് എനിക്ക് ജീവിതത്തിൽ ആകെ ഉണ്ടായിട്ടുള്ള പെറ്റ്. ഇവിടുത്തെ ഓത്തൻറ്റിക് ഫുഡ് തേടിയാണ് ഈ നടത്തം. I'm in love with a woman and she makes me wanna build a home. എല്ലാം അത്ര ഈസിയൊന്നും ആയിരുന്നില്ല. എൻ്റെ തീസിസിൻ്റെ പല വർക്കുകളും ഞാൻ രാത്രി ഇരുന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ലൈഫിൽ എല്ലാ ടെൻഷനും തീർന്നിട്ട് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചാൽ പല കാര്യങ്ങളും നടക്കാതെയാവും. ഫാമിലുണ്ടായിരുന്നവരോടെല്ലാം യാത്ര പറഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. മടുക്കും തോന്നിയ റോഡ് യാത്രയായിരുന്നു ഏറ്റവും രസമുള്ളത്. Last dance of the evening, let the moon just shine. Take my hand, we'll commit treason and let the men of Prinsloo fight. And this war so overrated. All I need is a piece of the night and for your heart to beat in my favor. And so I drop my revolver, not a soldier. ജർമ്മനിയിലെ റൊമാൻറ്റിക് റോഡ് എന്നറിയപ്പെടുന്ന നീണ്ട പാതയിലൂടെയായിരുന്നു 10 ദിവസത്തെ ഈ യാത്ര. 4000 കിലോമീറ്റർ ഞങ്ങൾ വണ്ടി ഓടിച്ചു. അതിനിടയിൽ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു, ഒരുപാട് മനുഷ്യരെ കണ്ടു, ഗ്രാമപ്രദേശങ്ങളുടെ ഉള്ളറിഞ്ഞു. ലൈഫ് എന്നും ഇത്ര സിമ്പിളായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ഇത് കാഴ്ചകൾ കാണാനുള്ള ഒരു യാത്രയായിരുന്നില്ല, അനുഭവിക്കാനുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനുണ്ടായിരുന്നത് ഒരു പിടി അനുഭവങ്ങളായിരുന്നു. Let the hound say